ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അന്ന് വിത്ത് പാവിയതും തൈ വാങ്ങി നട്ടതും ആയിട്ടുള്ള എല്ലാ ചെടികളും ഇന്ന് ഈ വ്ളോഗിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ കത്തിരി തൈ ഇതാ ഈ പരുവമായി തറയിൽ നട്ടതാണേ. മണ്ണും വളവും എല്ലാം കൂടെ. വളമെന്ന് പറയുമ്പോൾ ചാണാപ്പൊടി, എല്ലുപൊടി, ഇടയ്ക്ക് ഉടങ്കെട്ടി മുളകും ഞാൻ പഴുത്തതിനെ എടുത്ത് പാവിയിട്ടുണ്ട്. അതാണോ പൊടിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും 2-3 മുളക് തൈകളും തക്കാളി എല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി പാവിയിട്ടുണ്ട്. അതൊക്കെ പൊടിച്ച് വരട്ടെ. വെള്ളരി വിത്തൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പൊടിച്ച് വരുന്നതാണെങ്കിൽ പൊടിക്കട്ടെ. ഈ കത്തിരിയിലാണെങ്കിൽ ഒരു ചെറിയ മുള പൊട്ടി വരണുണ്ട്. അപ്പോൾ അത് വാടി പോവോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യമായിട്ട് അതിലാണ് ഒരു പൂ മൊട്ട് വന്നത്. അപ്പോൾ ആ മൊട്ട് വിടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിന്നെ പയർ ഒക്കെ നട്ടതെല്ലാം നല്ല ഇലയൊക്കെ വന്ന്. അപ്പോൾ നമ്മൾ പാഴാക്കി കളയുന്ന അല്പസമയം, നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നട്ടാൽ നല്ല വിഷമില്ലാത്ത നല്ല വളം, വലിയ മാരകമായ വളങ്ങളൊന്നും ചേർക്കാത്ത നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ചോട്ടിലിട്ട് നമുക്ക് നട്ട് നനച്ച് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തറയിൽ ഞാൻ കീര വിത്ത് പാവിയതാണ്. നല്ല ശക്തമായ മഴ പെയ്തപ്പോൾ എൻ്റെ കീര തൈയെല്ലാം കുറേയൊക്കെ പോയി. പക്ഷെ ബാക്കിയൊക്കെ ഇതാ പൊടിച്ചൊക്കെ വരണുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 തൈയൊക്കെ ഞാൻ മാറ്റി നട്ട് നോക്കി. പൊടിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന ഒരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടും. അത് നമ്മൾ നട്ട് നനച്ച് വളർത്തി അതിനെ പരിപാലിച്ചെടുക്കുമ്പോൾ അത് നശിച്ചു പോവാതെ നമ്മൾ തന്നെ നോക്കണം. അത് നമ്മളുടെ കടമ മാത്രമാണ്. എല്ലാം ദൈവത്തിന് നമ്മൾ ദൈവം ഇതെല്ലാം ചെയ്തു തരും, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നല്ലൊരു വിളവെടുപ്പ് കിട്ടും എന്ന് എനിക്കിപ്പോൾ ഉറച്ച ഒരു വിശ്വാസമായി. പണ്ട് നേരത്തെയൊക്കെ ഇവിടെയാണെങ്കിൽ നട്ടാലൊന്നും പൊടിക്കത്തില്ലായിരുന്നു. കാരണം കോഴിയും അതിനിടയിൽ ഈ മരങ്ങൾ, ഇവിടെയൊക്കെ റബ്ബർ കാടായിരുന്നു. ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചപ്പോൾ നല്ല വെട്ടവും വെളിയും ഒക്കെ ആയി. അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ മലക്കറി തൈകളൊക്കെ നട്ടാലൊക്കെ പൊടിച്ച് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പപ്പായ മുറിഞ്ഞു പോയതിൽ നിന്ന് ഒരു ചെറിയ 2 കൊമ്പ് മാത്രമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇലക്കറി എടുക്കാൻ വേണ്ടി ഒരു മുരിങ്ങയും കിട്ടി. മുരിങ്ങ വർഷങ്ങൾ കൊണ്ട് നട്ടാലും ഒന്നും പൊടിക്കാതിരുന്നതാണ്. അപ്പോൾ ഒരു 6-7 വർഷത്തിന് മുന്നേ ഞാനൊരു തൈ വാങ്ങി നട്ടതാണ്. നല്ല വൃത്തിയായി പൊടിച്ച് കിട്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇതിലൂടെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. 10-28 വർഷങ്ങൾ കൊണ്ട് ഞാൻ ചെടി മാത്രം നട്ട് വളർത്തി അതിനെ പരിപാലിച്ച് അതിൻ്റെ സന്തോഷം മാത്രം അനുഭവിച്ച് മുന്നേറി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയപ്പോൾ നല്ല വെളിയും വെട്ടവും ഒക്കെ ആയി. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും കവറിൽ വെച്ചാണ് ഞാൻ ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുന്നത്. കവറുകൾ, അല്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതിലൊക്കെ വെച്ചാണ് ഞാൻ ചെടികൾ നട്ട് പിടിപ്പിക്കുന്നത്. അല്ലാതെ മണ്ണിൽ എനിക്ക് കിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മുരടിച്ച് അങ്ങനെ അങ്ങ് നശിച്ചില്ലാണ്ടായി പോകും. അപ്പോൾ ഞാൻ ഗ്രോ ബാഗിലൊക്കെ ഉണക്കി എൻ്റെ തുണി സഞ്ചിയൊക്കെ ഞാൻ റെഡിയാക്കി തച്ച് ഉറക്കിയിട്ട് അതിൽ മണ്ണ് നിറച്ച് അങ്ങനെയാണ് ഞാൻ ചെടികളൊക്കെ ഒരുവിധം നട്ട് പിടിപ്പിച്ചത്. അപ്പോൾ വേരൊന്നും തറയിലേക്ക് പടർന്ന് പിടിക്കില്ല. അപ്പോൾ ആ സഞ്ചിക്കകത്തിട്ടുന്ന വളവും എല്ലാം അതിൽ തന്നെ നിന്ന് കിട്ടും. അപ്പം അങ്ങനെയാണ് എനിക്ക് ഒരുവിധം എൻ്റെ ചെടികളെല്ലാം ഞാൻ നട്ട് പിടിപ്പിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മലക്കറി അത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം നട്ട് അതിൻ്റെ ഒരു വിളവ് കിട്ടിയപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷവും മനസ്സിന് നല്ലൊരു ഹാപ്പിയാണ്. അപ്പം ഞാൻ എന്തായാലും ഗ്രോ ബാഗിൽ അത് എന്തായാലും നട്ടതിന് നല്ലൊരു പുണ്യമുണ്ട്. ഈ പിച്ചിയാണെങ്കിൽ ഞാൻ ഒരിടത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് എത്രയോ പിച്ചിയുടെ തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ടെന്ന് അറിയാമോ. പക്ഷേ ഒന്നും എനിക്ക് പിടിച്ച് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരു കമ്പ് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴോ അവിടെ നിന്ന് എനിക്ക് മുറിച്ച് ഞാൻ എടുത്ത് അതിനെ കൊണ്ടുവന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് നട്ട് ചാക്കിൽ ഒരു തുണിസഞ്ചിയാണേ അതിനകത്താണ് ഞാൻ നട്ട് വെച്ചത്. പക്ഷേ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഇതാ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ട് പൊടിച്ചത് നല്ലതായിട്ട് വേരൊക്കെ അടിയിലോട്ട് വന്നിട്ടുണ്ട്. വേരും വന്നിട്ടുണ്ട്. ചെറിയൊരു കമ്പാണ് ഞാൻ എടുത്തുകൊണ്ട് നട്ടത്. അത് പൊടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് അത് പൊടിച്ച് കിട്ടി. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ചെടി വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാക്കപ്പൂവിൻ്റെ കളറുകൾ ഉണ്ടായിരുന്നതാണ്. ഈ മഴയത്തൊക്കെ എല്ലാം ഒലിച്ചൊക്കെ പോയി. പിന്നെ ഞാൻ ആശുപത്രിയിലൊക്കെ മോളെയും കൊണ്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ ചെടികളെല്ലാം കുറേയൊക്കെ നശിച്ചു പോയി. അതിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ വീണ്ടെടുത്ത് നട്ട് നനച്ചൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.